അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പലതും മറച്ചു പിടിക്കുന്നുണ്ട്. SITയുടെ അന്വേഷണം ശരിയായ വഴിയിലല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ചിലതൊക്കെ പുറത്തു വരുന്നു എന്നേയുള്ളൂ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നോക്കൂ, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന ചോദ്യം. അപ്പോൾ നമ്മുടെ അന്വേഷണ പരിധിയിൽ ഇതൊന്നും വരാതെ ചില പുകമറകൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ചിലരെ മാത്രം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതുകൊണ്ട് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ഒരു വശത്ത് മൽപ്പിടുത്തം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ അന്വേഷണം എവിടെയും എത്തില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ CBI തന്നെ വരണ്ടേ? അതെ, SITയെ സംബന്ധിച്ചിടത്തോളം കടലിലും ചെകുത്താനും ഇടയിൽപ്പെട്ട രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് അവസാനിപ്പിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ രീതിയിലാണ് അന്വേഷണം പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ എസ്കത്തി സമാന സ്വഭാവത്തിലുള്ള ധാരാളം അന്വേഷണങ്ങൾ കേരള പോലീസ് നടത്തിയതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. നിരപരാധിയായ ഒരാളെ മാല പൊഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസം റിമാൻഡിലിട്ടതിന് ബഹുമാനപ്പെട്ട കോടതി 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. SITയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പണി തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ഒരു അന്താരാഷ്ട്ര ബന്ധത്തിനെ പറ്റിയുള്ള അന്വേഷണമോ ഇതിന്റെ ഒരു രാജ്യാന്തര ബന്ധത്തിനെ പറ്റിയുള്ള അന്വേഷണമോ നടത്താൻ അവർക്ക് താല്പര്യവുമില്ല, കഴിവുമില്ല. തട്ടാവള കുടുംബാംഗമായ മഹേഷ് പണിക്കർ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. നാഗേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഈ കേസിനകത്തെ പങ്ക്, ഡി മണി എന്ന് പറയുന്ന ഒരാളെ, ഒരു മുതലാളി, ഈ രമേശ് ചെന്നിത്തലയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു മുതലാളി എന്തോ വെളിപ്പെടുത്തും, എന്തോ പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിനെ നിരപരാധിയാണ്, ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് കണ്ട് വിട്ടയച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തില് ഈ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിനുണ്ടായ വീഴ്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ മറികടക്കുക എന്നുള്ള ലക്ഷ്യവും CPM അല്ല ഇതിനൊന്നും ഉത്തരവാദിത്തമുള്ളത്, ഇത് തന്ത്രിയാണ്, തന്ത്രി മാത്രമാണ് ഇതിന്റെ കാരണഭൂതൻ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അപ്പോഴും അകത്ത് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ CPM-കാരാണ്. അവർ ഇതൊക്കെയാണ് ചെയ്തത് എന്ന് തെളിഞ്ഞിട്ട് ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടുമില്ല.